പഹൽഗാം കാശ്മീരിലെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് പഹൽഗാം എന്ന് പറയുന്നത്. അവിടേക്ക് പെട്ടെന്ന് നിരച്ചെത്തിയ കുറേ തീവ്രവാദികൾ, അവർക്ക് മുന്നിൽ പകച്ചു നിൽക്കുന്ന ഒരു ജനത, വിവിധ ദേശങ്ങളിൽ നിന്നെത്തി കാശ്മീരിൻ്റെ ഭംഗിയും മറ്റും ആസ്വദിക്കാനെത്തിയ വിനോദസഞ്ചാരികൾ അവർക്ക് മുന്നിലേക്ക് വെടിവെച്ച് കേൾക്കുകയാണ്. പെട്ടെന്ന് തന്നെ കുറേ ആയുധധാരികളായിട്ടുള്ള തീവ്രവാദികൾ അവരുടെ അടുക്കിലേക്ക് എത്തുന്നു. ഒറ്റ ചോദ്യമാണ്, താങ്കൾ ഹിന്ദു ആണോ മുസ്ലിമാണോ? പകച്ചു നിന്നപ്പോൾ അവർ നിശബ്ദമായിപ്പോയി. എന്നാലും വീണ്ടും ചോദ്യം ആവർത്തിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഹിന്ദുക്കളാണ്. ചിലരൊക്കെ മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞു. മുസ്ലിം ആണെങ്കിൽ കലിമ ചൊല്ലാൻ പറഞ്ഞു. കലിമ ചൊല്ലിയവർ മാറി നിൽക്കാൻ പറഞ്ഞു. പിന്നീടുള്ളവരെ തുരുതുര വെടിവെച്ചു. അവിടെ നടന്നിട്ടുള്ളത് ഒരു അത്രയും ഭീകരമായിട്ടുള്ള ദൃശ്യങ്ങളാണ്. കാരണം അവർ മൊത്തമായിട്ട് കൊന്നിട്ടുള്ളത് ആണുങ്ങളെയാണ്. പെണ്ണുങ്ങളോട് പറഞ്ഞു, മാറി നിൽക്ക്, പോ, ഞങ്ങൾക്ക് ഇവരെ മാത്രമേ വേണ്ടൂ, ആണുങ്ങളെ മാത്രമേ ഞങ്ങൾ കൊല്ലാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി മോദിയോട് പറ. കാരണം ആർട്ടിക്കിൾ 370 അവസാനിച്ചപ്പോൾ ആകെ കുറച്ച് പ്രശ്നങ്ങളെ കാശ്മീരിലുണ്ടായിരുന്നു. കാശ്മീരിലെ പ്രശ്നങ്ങൾ ഗണ്യമായിട്ട് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കാരണം അവിടെ ഇപ്പം ഇന്ത്യൻ ഭരണഘടനയിലെ IPCയും കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കാനും അവിടെയുള്ള ജനങ്ങളിലേക്ക് പണം എത്താനും തുടങ്ങിയിട്ടുണ്ട്. കാശ്മീർ ജനത മുമ്പ് പാകിസ്ഥാന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ കാശ്മീർ വിഘടനവാദവും ശക്തമായിരുന്ന കാലത്ത് കയ്യിൽ പൈസ എത്തിയിരുന്നില്ല. വിദേശത്ത് നിന്ന് തീവ്രവാദത്തിനായിട്ട് എത്തിക്കൊണ്ടിരുന്ന ഫണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയുള്ള സ്ഥലത്തേക്ക് അവരുടെ കയ്യിലേക്ക് പണം എത്തിത്തുടങ്ങിയപ്പോൾ ഇന്ത്യ അവരെ സ്നേഹിച്ചു തുടങ്ങി. കാശ്മീർ അവർ ഇന്ത്യയുടെ ഭാഗമായി അംഗീകരിച്ചു തുടങ്ങി. അങ്ങനെയുള്ള ഒരു മാറ്റം ഈ തീവ്രവാദികൾക്ക് ഒട്ടും തന്നെ സഹിച്ചിട്ടില്ല. ഈ പണം എത്തുന്നതും വിനോദസഞ്ചാരികൾ എത്തുന്നതും ഒക്കെ അവസാനിപ്പിക്കണം. അവരുടെ കയ്യിലേക്ക് റിസോഴ്സസ് എത്തിത്തുടങ്ങി, അവർക്ക് ആവശ്യമായുള്ള പണം കിട്ടിത്തുടങ്ങി. ഇനി എന്തിനാണ് ഇങ്ങനെയൊരു വിഘടനവാദം എന്നുള്ളത് അവർ ചിന്തിച്ചു തുടങ്ങി. ബഹുഭൂരിപക്ഷവും ചിന്തിച്ചു തുടങ്ങി. കുറച്ച് പുഴുക്കുത്തുകൾ ഈ കാര്യത്തിൻ്റെ അകത്ത് ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതാണ്. ഈ തീവ്രവാദത്തിന് അടിമകളായിട്ടുള്ള കുറച്ച് പേര് അവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അത്തരം 2 പേര് ഈ ഒരു ആക്രമണത്തിലും ഇതിൻ്റെ ഭാഗമായിട്ട് നിന്നിട്ടുമുണ്ട്. കാശ്മീർ സ്വദേശികളായിട്ടുള്ള 2 പേര് ഈ ഒരു വലിയൊരു ഹത്യയിലേക്ക് നയിച്ചിട്ട്, ഒരു വലിയൊരു വിപത്തിലേക്ക് അവരും ഭാഗമായിട്ട് ഇന്ത്യക്കാരെ തന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട്. ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നത് ഇന്ത്യയിലെ പോലീസും അല്ലെങ്കിൽ മിലിറ്ററിയൊക്കെ എന്ന് പറയുന്നത് ഒരിക്കലും ഇന്ത്യക്കാരെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ളതല്ല, ഇന്ത്യക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പലപ്പോഴും മണിപ്പൂരിൻ്റെ കാര്യത്തിൻ്റെ അകത്ത് പലരും പറഞ്ഞിട്ടുണ്ട്, അവിടെ മിലിറ്ററിയുടെ ഫോഴ്സിനെ ഉപയോഗിച്ച് അടിച്ചമർത്തിക്കൂടെ, പൂർണ്ണമായും അവരെ നിശബ്ദമാക്കിക്കൂടെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൂടെ. ഞാനും ഇത് മുമ്പൊരിക്കൽ ചിന്തിച്ചപ്പോൾ എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ മിലിറ്ററി ഫോഴ്സസും ഒക്കെ നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ നമ്മളെ കൊന്നു തീർക്കാൻ വേണ്ടിയിട്ടില്ല. ഒരു വിഭാഗത്തിനെ കൊന്നു കഴിഞ്ഞാൽ ചിലപ്പം ഈ കാര്യങ്ങളൊക്കെ മറ്റൊരു വിഭാഗത്തിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് കിട്ടും. നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും നമ്മുടെ ഇംഗിതത്തിന് നിൽക്കുന്ന ആൾക്കാർ മാത്രമായി അവിടെ സർവൈവ് ചെയ്യും. പക്ഷേ നമ്മൾക്കെതിരാണെങ്കിലും അല്ലെങ്കിൽ ഞങ്ങൾക്ക് സപ്പോർട്ടാണെങ്കിൽ കൂടി, അല്ലെ ഗവൺമെൻറ് സംവിധാനത്തിന് സപ്പോർട്ടായാലും വിരുദ്ധമായാലും കൂടി, നമ്മുടെ ജനങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ടല്ല നമ്മുടെ ഫോഴ്സിനെ ഉപയോഗിക്കേണ്ടത്. അവരെ ചേർത്ത് നിർത്തുക, അവർക്ക് ആവശ്യമായുള്ള ജീവിത സൗകര്യത്തിന് ആവശ്യമായുള്ള സെക്യൂരിറ്റി സേവനങ്ങൾ അതൊക്കെ കൊടുക്കാനാണ് നമ്മുടെ സർക്കാരും നമ്മുടെ സർക്കാരിന് വേണ്ടി റെപ്രസെൻ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ ദേശത്തിന് വേണ്ടിയിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്ന മിലിറ്ററി ഫോഴ്സും ചെയ്യുന്നത്. ഇത് തന്നെയാണ് കാശ്മീരിലെ ജനങ്ങളുടെ കാര്യത്തിൻ്റെ അകത്തും അവർ ചെയ്യുന്നത്. ഒരുപക്ഷെ വിഘടനവാദികളെ തേച്ചും വെടിവെച്ച് കൊന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല.
അല്ലെ അവിടെയുള്ള പ്രദേശത്തുള്ള ആൾക്കാരെ മൊത്തമായിട്ട് ഉന്മൂലനം ചെയ്തു കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല. ആരും തന്നെ വന്ന് സംസാരിക്കാനും പോകുന്നില്ല. ആരും ചിലപ്പം യു എന്നും മറ്റുമൊക്കെ 2, 4, 5 വാക്ക് പറയുമായിരിക്കും. അതിനപ്പുറം ഒന്നും ചെയ്യാൻ പോകുന്നില്ല. വേണേൽ അങ്ങനെ കൊന്നു നിർത്തിട്ട് കാശ്മീരിനെ ശാന്തമാക്കാൻ ഇന്ത്യക്ക് പറ്റും. അതിനുള്ള ഫോഴ്സും കാര്യങ്ങളും എക്യുപ്മെൻറ്റും ഒക്കെ ഇന്ത്യക്കുണ്ട്. പക്ഷേ ഇന്ത്യക്കാരെ കൊല്ലാൻ വേണ്ടിയിട്ടല്ല ഒരിക്കലും ഇന്ത്യൻ ഫോഴ്സ് നടക്കുന്നത്, അല്ല ഇന്ത്യൻ മിലിറ്ററി നടക്കുന്നത്. ഇത് തീവ്രവാദികളെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള കുറേ സുഡാപ്പികൾ ഇവിടെയുണ്ട്. അത്തരം സുഡാപ്പികൾ ഈ ഒരു ആക്രമണത്തിൽ പോലും വെള്ളപൂശാൻ നടക്കുന്ന കുറേ എണ്ണം കേരളത്തിലുണ്ട്, ഇന്ത്യയിലുണ്ട്, മലയാളികളിലുണ്ട്. ആ മലയാളികളോടാണ് ഞാനിപ്പോൾ പറയുന്നത്. കാരണം ഞാൻ സംസാരിക്കുന്ന മലയാളത്തിലാണ്, അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അവരെ വെള്ളപൂശാൻ വേണ്ടിയിട്ട് ഒരിക്കലും നിങ്ങൾ തയ്യാറാവേണ്ട. കാരണം നിങ്ങൾ വിചാരിക്കുന്ന കാര്യം ഇന്ത്യയിൽ നടക്കാൻ പോകുന്നില്ല. ഏറി വന്നു കഴിഞ്ഞാൽ ഒറ്റപ്പെട്ട കുറേ സംഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. വീണ്ടും ഇന്ത്യയുടെ ഭാഗത്തും നിങ്ങളുടെ തീവ്രവാദം ചവറ്റുകൊട്ടയിലുമായിരിക്കും. അത്രയും ദൃഢമായുള്ള ഫോഴ്സും സർക്കാർ സംവിധാനങ്ങളും നിലവിൽ ഇന്ത്യയിലുണ്ട്, ഇനി ഉണ്ടായിക്കൊണ്ടിരിക്കുക. അത് കോൺഗ്രസ് ഭരിച്ചു കഴിഞ്ഞാലും ശരി, CPM ഭരിച്ചാലും ശരി, അല്ലെങ്കിൽ BJP ഭരിച്ചാലും ആര് ഭരിച്ചു കഴിഞ്ഞാലും ഈ രാജ്യത്തിന് അതിൻ്റേതായ ഫോഴ്സും അതിൻ്റേതായ സംവിധാനത്തിന് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ എന്നുള്ളത് മനസ്സിലാക്കണം. അങ്ങനെ ഒരു ഫോഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സർട്ടൻ പീരീഡിനപ്പുറം നിങ്ങളെ ബാൻ ചെയ്ത് മൂലക്കിരുത്താനും അല്ലെങ്കിൽ തീഹാർ ജയിലിൽ കൊണ്ടുപോയിട്ടിടാനും നല്ല രീതിയിൽ പറ്റും. അതിൻ്റെ ഒരേ ഒരു തെളിവ് എന്ന് പറയുന്നത് പോപ്പുലർ ഫ്രണ്ടാണ്. മുമ്പ് NDF ഉണ്ടായിരുന്ന സമയത്തും ആ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് പോലും അവരെ എന്താ പറയുക നിരോധിച്ചിട്ടുണ്ട്. ഇപ്പോഴും നിരോധിക്കും, ഇനിയും നിരോധിക്കും. കാരണം തീവ്രവാദത്തിലെ മൂലക്കിരുത്തുക എന്ന് പറയുന്നത് ഈ സർക്കാർ സംവിധാനത്തിൻ്റെ ഭാഗം തന്നെയാണ്. അത് ചെയ്തുകൊണ്ടേയിരിക്കും. നിർഭാഗ്യവശാൽ ഈ ഒരു ആക്രമണത്തിൽ മലയാളി കൂടി കൊല്ലപ്പെട്ടിട്ടുണ്ട്, വിദേശ പൗരന്മാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്, കാശ്മീർ ജനതയിലുള്ള ആൾക്കാരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. എന്തിനാണ് ഈ കൊലപാതകം നടത്തിയിട്ടുള്ളത്? എന്തിനാണ് അവർ ഹിന്ദുവാണോ മുസ്ലിമാണോ എന്ന് തിരഞ്ഞു പിടിച്ച് കൊലപാതകം നടത്തിയിട്ടുള്ളത്? ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ, വിഘടനവാദം. നിങ്ങളിലേക്ക് ഒരു ചിന്ത വരണം, അവർ ഹിന്ദുക്കളായതുകൊണ്ട് മാത്രമാണ് കൊന്നത്, മുസ്ലിം ആയതുകൊണ്ട് കൊന്നില്ല എന്നുള്ള ഒരു തോട്ട്, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ നമ്മളെ ശത്രുക്കളാണെന്നുള്ള രീതിയിലുള്ള ഒരു ശബ്ദം അവർക്ക് ഉണ്ടാക്കണം, അതിലൊരു മൈൻഡ് സെറ്റ് ഹിന്ദുക്കളിൽ ഉണ്ടാക്കണം. അതായിരുന്നു അവരുടെ ലക്ഷ്യം. അതൊരു പരിധി വരെ കുറച്ചെങ്കിലും എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് വെള്ളപൂശാൻ നടക്കുന്ന കുറേ സുഡാപ്പികളും ഇവിടെയുണ്ട്. അത്തരം സുഡാപ്പികൾ ഇവരുടെ ബാക്കി പാത്രവും കൂടി ഇവർ കാണിച്ചിട്ടുണ്ട്. എനിക്കും കുറച്ച് കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചതിൽ നമ്മുടെ മലയാളത്തിൽ കുറേ ട്രോൾ പേജുകളുണ്ട്. അതായത് ഇസ്രായേലിനെതിരെ സംസാരിക്കുന്നത്, പാലസ്തീന് വേണ്ടി സംസാരിക്കുന്നത്, ഇവിടെ വിമോചനം നടത്താൻ വേണ്ടിയിട്ട് സംസാരിക്കുന്ന കുറേ ഏറാമൂലികളുണ്ട്. അവരുടെ 100 പോസ്റ്റുകൾ ചിലപ്പം പാലസ്തീന് വേണ്ടിയിട്ടും ഗാസക്ക് വേണ്ടിയിട്ടും സംസാരിച്ചിട്ടുണ്ട്. 100 കണക്കിന് പോസ്റ്റുകൾ അവർ അതിന് വേണ്ടിയിട്ട് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും 1, 2 പോസ്റ്റ് ചെയ്തിട്ടുള്ള കുറേ ചാനലുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിലും കൂടുതൽ നിശബ്ദമായിട്ടിരുന്നിട്ട് വെറുതെ ഒരു വാർത്ത മാത്രം കൊടുത്ത് പോകുന്ന കുറേ ചാനൽസും കണ്ടിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു ആദരാഞ്ജലി പോലും അർപ്പിക്കാത്ത കുറേ ചാനലുകൾ വാട്സപ്പ് ഗ്രൂപ്പുകളിലുണ്ടാവാം, ഇൻസ്റ്റാഗ്രാമിൽ ട്രോൾ പേജസ് എല്ലാം ഉണ്ടാവാം. അവർക്ക് 1000 തവണ പാലസ്തീൻ, ഗാസ അങ്ങനെയുള്ള ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്ന ഇത്രയും 28 ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുള്ള ഒരു സംഭവത്തിൻ്റെ അകത്ത് ഒരു ആദരാഞ്ജലികൾ പ്രോപ്പറായിട്ട് അർപ്പിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു മൈൻഡ് സെറ്റുള്ള കുറേ ചാനലുകൾ മലയാളത്തിലുണ്ട്. നിങ്ങൾ എടുത്ത് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. അവരുടെ ടൈം ലൈനിൽ പോയിട്ട് നോക്കുക, അല്ലെ അവരുടെ പ്രൊഫൈലിൽ പോയിട്ട് നോക്കുക, അവരത് ചെയ്തിട്ടുണ്ടോ. പല ഗ്രൂപ്പുകളും അങ്ങനെയുള്ളൊരു കാര്യം ചെയ്തിട്ടില്ല. അവർക്ക് പാലസ്തീനാണ് വലുത്, അല്ലെങ്കിൽ അത്തരം പ്രൊപ്പഗണ്ട മാത്രമാണ് വലുത്. ഇതിന് സംഖ്യകളെ അതിൻ്റെ തലയിലേക്ക് കെട്ടിവെക്കാൻ, ഈ ഒരു കാര്യത്തിനകത്ത് പോലും സംഖ്യകളുടെ തലയിലേക്ക് ഈ സാധനങ്ങൾ തേച്ചും കെട്ടിവെക്കാൻ നടക്കുന്ന കുറേ ട്രോൾ പേജസും കുറേ സുഡാപ്പി മഹാന്മാരും കുറേ ഉണ്ട്. അത്തരം ആൾക്കാരെ നിങ്ങൾ ശ്രദ്ധിച്ചു വെച്ചോ. അത്തരം ഗ്രൂപ്പുകളിൽ നിങ്ങൾ അല്ലെങ്കിൽ ചാനലുകളിൽ നിങ്ങൾ ഭാഗമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായിരുന്നു പുറത്ത് പോയിട്ട് ആ ഒരു മാന്യത നിങ്ങൾ കാണിക്കണം. ഞാൻ അങ്ങനെ കുറേ എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം പാലസ്തീന് വേണ്ടിയിട്ട് കുറേ സംസാരിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ഇങ്ങനൊരു ട്രാജഡി നടന്നിട്ടും നിശബ്ദമായിട്ടിരിക്കുന്ന കുറേ എണ്ണത്തിനെ ഞാൻ എടുത്ത് പുറത്ത് കളഞ്ഞിട്ടുണ്ട്. കാരണം അവരുടെ തമാശയോ ബാക്കിയുള്ള കണ്ടൻറ്റോ ഒന്നും വേണ്ട. പക്ഷേ ഇത്തരം ഒരു സംഭവങ്ങളൊക്കെ വരുമ്പം അത്യാവശ്യം ഒന്ന്
ആദരാഞ്ജലികൾ പോലും അർപ്പിക്കാനുള്ള ഒരു മനോഭാവം ഇല്ലെങ്കിൽ നാളത്തെ തീവ്രവാദികൾ അല്ലെങ്കിൽ നിങ്ങൾ നടത്തുന്ന ആ ഒരു പ്രൊപ്പഗണ്ട അത് ബയ്യോട്ട് വിഘടനവാദം തന്നെ ആയിരിക്കും എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ പുറത്തോട്ടേക്ക് പോയത്. അത്തരം ആൾക്കാർ ഇവിടെ വളരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നാളെ കേരള സംസ്ഥാനം അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനം എന്ന് പറഞ്ഞിട്ടൊക്കെ വരാൻ ഇത്ര ആൾക്കാർക്ക് വളവുണ്ടാകും. പ്രത്യേകിച്ച് അവരൊക്കെയാണ് സ്റ്റാലിനെ പോയിട്ട് ചില കാര്യങ്ങളിലൊക്കെ പിന്തുണയ്ക്കുകയും മറ്റും ചെയ്യുന്നത്. കാരണം വിഘടനവാദം തന്നെയാണ് ഒരു പരിധി വരെ തമ്മിലടിപ്പിക്കുക എന്നുള്ള പഴയ ബ്രിട്ടീഷ് സ്ട്രാറ്റജിയും മറ്റുമൊക്കെയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനൊന്നും ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് കിട്ടൂല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. കുറച്ചൊക്കെ ചിന്തിക്കുക, ഇത്തരം ആൾക്കാരെ മാറ്റി നിർത്തേണ്ട ആവശ്യം നമുക്കുണ്ട് എന്നുള്ളത്. കാരണം നാളെ നമുക്ക് ഇന്ത്യയുടെ ഭാഗമായിട്ട് നിൽക്കണം എന്നുണ്ട്. നാളെ നല്ലൊരു ജീവിതം ഇപ്പോൾ തുടരുന്ന അതേ രീതിയിലുള്ള ജീവിത ശൈലി നമുക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നുള്ളത് കൊണ്ട് തന്നെ ഇത്തരം ആൾക്കാരെ മാറ്റി നിർത്തുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് നിങ്ങളും കൂടി ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എങ്ങനെയാണ് ഇങ്ങനെയുള്ള തീവ്രവാദികളെ, കേരളത്തിലുള്ള മലയാള തീവ്രവാദികളെ അല്ലെങ്കിൽ അങ്ങനെയുള്ള മൈൻഡ് സെറ്റുള്ള ആൾക്കാരെ തിരിച്ചറിയാൻ പറ്റുള്ളൂ എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു നല്ല കാര്യം നടക്കുന്നുണ്ട്, അതിൻ്റെ അകത്ത് കുറ്റം മാത്രം കണ്ടുപിടിച്ച് നടക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് സംഘി ഭാഷ എന്നുള്ള അല്ലെങ്കിൽ സംഘിയുടെ എന്തെങ്കിലും ആണെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്തിട്ട് താഴ്ത്തിക്കെട്ടാൻ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും ഈ ഒരു തീവ്രവാദ ശൈലിയുടെ ഭാഗമായിട്ടുണ്ടാവും എന്നുള്ളതാണ് പറയാൻ പറ്റുന്നത്. രണ്ടാമതെന്ന് പറയുന്നത്, ഇന്ത്യയുടെ സർക്കാർ സംവിധാനങ്ങളിൽ എല്ലാത്തിനും കുറ്റം മാത്രം കണ്ടുപിടിച്ചിട്ട് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരെ ശ്രദ്ധിച്ചാൽ അവർ ആൻറ്റി നാഷണൽ ആണെന്ന് പറയാൻ വേറെ ഒന്നും വേണ്ട. പിന്നെ പ്രൊപ്പഗണ്ടയുള്ള കുറേ ആൾക്കാർ എന്ത് ക്രൈം നടന്നു കഴിഞ്ഞാലും ചരട് അല്ലെ രാഖി എന്നുള്ളതൊക്കെ കണ്ടുപിടിച്ച് അവർ സംഖ്യയാണ് എന്നുള്ള കണ്ടുപിടിക്കാനുള്ള കുറേ ടാക്ടിക്സുമായിട്ട് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും അവരും സുഡാപ്പികളാണ്, ഒന്നാം തരം സുഡാപ്പികളാണ്. അവരുടെ പ്രൊപ്പഗണ്ടയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ട് പൂർണ്ണമായിട്ട് നിരോധിച്ചു എന്ന് പറയാൻ എനിക്ക് പറ്റില്ല. കാരണം അവരുടെ ശൈലിയും കാര്യങ്ങളും ഒക്കെ തന്നെ നിലവിലുണ്ട്. അവരുടെ പ്രസ്ഥാനം മാത്രമേ നമുക്ക് നിരോധിക്കാൻ പറ്റിയിട്ടുള്ളൂ, അവരുടെ ശൈലി ഒരിക്കലും നിരോധിക്കാൻ പറ്റിയിട്ടില്ല. അവർ SDPIയിലൂടെ മുന്നേറുന്നുണ്ട്. അവർ ആ ശൈലി കുറേ ആൾക്കാർക്ക് കൊടുക്കാനുണ്ട്. ലീഗുകാരിൽ ഇതേ മൈൻഡ് സെറ്റുള്ള ആൾക്കാരെ ക്രിയേറ്റ് ചെയ്യാൻ അവർക്ക് പറ്റിയിട്ടുണ്ട്. CPMൽ ഇതേ ആൾക്കാരുണ്ട്, കോൺഗ്രസ്സിലും ഇതുണ്ട്, ലീഗുകാരിലും ഉണ്ട്. ആ മൈൻഡ് സെറ്റാണ് അവരുടെ മുതൽക്കൂട്ട് എന്ന് പറയുന്നത്. അതൊരിക്കലും നിരോധിക്കാൻ പറ്റില്ല, പക്ഷേ നമുക്ക് മാറ്റി നിർത്താൻ പറ്റും. അവർക്ക് പുല്ല് വില കൊടുത്തു കഴിഞ്ഞാൽ അവർ ഓൾറെഡി അങ്ങനെ അടങ്ങി എന്നുള്ളത്. പിന്നെ ഉള്ളതും വേറെ എടുത്ത് പറയാനുള്ളതെന്ന് പറയുന്നത്, പിന്നെ വിദേശത്തുള്ള, അതായത് UAE, സൗദി അങ്ങനെയുള്ള സ്ഥലത്തുള്ള നിയമങ്ങളെ വലിയ മലമറിക്കുന്നതാണ്. ഇന്ത്യയിലെ നിയമം വളരെ പ്രാകൃതമാണെന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾ ശ്രദ്ധിച്ചു, അല്ലെങ്കിൽ അവിടെ ഒരു ചെറിയൊരു കാര്യം പോലും വലുതായി ഉയർത്തിക്കാട്ടുകയും ഇന്ത്യയിൽ ഒന്നിനും കൊള്ളാത്ത സർക്കാർ സംവിധാനവും മറ്റുമാണെന്ന് പറഞ്ഞു നടക്കുന്നു കുറേ എണ്ണമുണ്ട്. അവന്മാരെയും ശ്രദ്ധിച്ചുകൊണ്ട് അവന്മാരുടെയും ടാക്ടിക്സ് സെയിമാണ്. കാരണം ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റ് കഴിഞ്ഞ കുറച്ച് കാലയളവിൽ ഹയർ ഗ്രോത്ത്, അത് കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്തും ജനങ്ങളിൽ കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയിരുന്നു. കാരണം എല്ലാ ജനങ്ങളിലേക്കും പണം എത്തിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് ശ്രമിച്ചിട്ടുണ്ട്, ഇല്ല എന്നൊന്നും പറയില്ല. അഴിമതിയുടെ കാര്യത്തിൻ്റെ അകത്ത് മാത്രമാണ് കോൺഗ്രസിനോട് വലിയ രീതിയിലുള്ള എതിർപ്പ് എനിക്കുള്ളത്. കാരണം അത്രത്തോളം അഴിമതി അവർ നടത്തിയിട്ടുണ്ട്. ഡെവലപ്മെൻറ്റിൻ്റെ അകത്തിൻ്റെ ആ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത് സാധാരണ ജനങ്ങളിലേക്ക് പണം കൃത്യമായിട്ട് എത്തിക്കാൻ ആ ഒരു പദ്ധതി കൊണ്ട് പറ്റിയിട്ടുണ്ട്. പിന്നീട് വന്ന മോദി ഗവൺമെൻറ്റും ഇതേ കാര്യത്തിൻ്റെ അകത്ത് കുറേ ഏറെ മുന്നേറിയിരുന്നു. പോരാത്ത ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ അകത്ത് കുറേ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സർക്കാർ സംവിധാനത്തിനകത്ത്, ഈ ഒരു സർക്കാർ സംവിധാനത്തിനകത്ത് പറ്റിയിട്ടുണ്ട്. കാരണം അവർ പൈസ നേരിട്ട് കൊടുക്കുന്നുണ്ട്, പോരാത്ത തന്നെ ലോൺ കാര്യങ്ങളൊക്കെ കൊടുത്ത് സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ട് ബിസിനസ്സും കാര്യങ്ങളും റൺ ചെയ്യാൻ വേണ്ടി മുദ്രാ ലോണൊക്കെ കൊടുത്തിട്ട് പാർപ്പിട നിർമ്മാണം അല്ലെങ്കിൽ തൊഴിൽ, എഡ്യൂക്കേഷൻ ലോൺ അങ്ങനെയൊക്കെ കുറച്ചുകൂടി ഫ്രീ ആയിട്ട്, അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡൊക്കെ കൊടുത്തിട്ട്, കിസാൻ ക്രെഡിറ്റ് കാർഡ് പോലത്തെയുള്ള സംവിധാനങ്ങൾ കൊടുത്തിട്ട് അവർ ഡെവലപ്പ് ചെയ്യാൻ മുന്നോട്ടേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പം നിലവിൽ എല്ലാവർക്കും തന്നെ ബാങ്കിൻ്റെ ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. മുമ്പ് അതുണ്ടായിരുന്നു. എല്ലാവരിലേക്കും ഡയറക്റ്റ് സർക്കാരിൻ്റെ സേവനങ്ങളും അല്ലെങ്കിൽ പണവും എത്താൻ വേണ്ടിയിട്ട് ഇത് കുറേ സഹായിച്ചിട്ടുണ്ട്. ഇതൊന്നും നമ്മൾ
ചിലർക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം അവർക്ക് അങ്ങനെ ചിന്തിക്കാനുള്ള ബുദ്ധിയോ ബോധമോ ഉണ്ടാവില്ല എന്താണെന്നുള്ളത്. പണ്ട് ചുവപ്പാടയിൽ ഡിലേ ആയിരുന്ന സ്ഥലത്ത് ഇന്ന് എല്ലാവർക്കും നമ്മുടെ കാര്യങ്ങളിലേക്ക് മുന്നോട്ടേക്ക് കൊണ്ടുവരാൻ അവർക്ക് പറ്റിയിട്ടുണ്ട്. ഞാൻ ടോപ്പിക്കിൽ നിന്ന് വ്യതിചലിച്ചു പോയി, എന്നാലും ഞാനിത് പറയുകയാണ്. അപ്പം ഈ തീവ്രവാദികൾ പിന്നെ ഇത്തരം കാര്യങ്ങളിൽ തേച്ച് മുടക്കം പറയാനേ ഉണ്ടാവും. അത്തരം ആൾക്കാരെ നമ്മൾ തെരഞ്ഞു പിടിച്ച് മാറ്റി നിർത്തുക, അവർ പറയുന്ന കാര്യങ്ങളിൽ പുല്ല് വില കൊടുക്കുക എന്നുള്ളതാണ് വേറൊരു കാര്യം എന്ന് പറയുന്നത്. ഇത്തരം തീവ്രവാദികൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും വയ്യോട്ടൊരു കാലത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അവരുടെ പക്ഷം ചായി അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക, അവർക്ക് വേണ്ടിയിട്ട് ആയുധം എടുക്കുകയും ചെയ്യും. അത്തരം ആൾക്കാരെ നേരത്തെ തന്നെ നമ്മൾ മാറ്റി നിർത്തി നിരായുധരാക്കുക, അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തിയിട്ട് മാറ്റി ഒഴിവാക്കുക, അല്ലെങ്കിൽ വീട്ടുകാർക്ക് പറ്റുമെങ്കിൽ മോഡിഫൈ ചെയ്തിട്ട് അവർ നന്നാക്കി എടുക്കാൻ പറ്റണം. വേറൊരു കാര്യം എന്ന് പറയുന്നത് പിന്നെ വീട്ടുകാരോടാണ്. നിങ്ങളുടെ മക്കൾ തീവ്രവാദിയായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തള്ളി പറയേണ്ടി വരും. ആ പട്ടിയെ കൊന്നുകള എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ സംസാരിക്കേണ്ടി വരും. അപ്പം അത്തരം ആൾക്കാരോടാണ് തീവ്രവാദത്തിന് പോകുന്നത്. നിങ്ങളുടെ വീട്ടുകാർ പോലും നിങ്ങളുടെ ശവം കാണില്ല, നിങ്ങളുടെ മുഖത്ത് നിങ്ങളുടെ വീട്ടുകാരനെ കാത്തിച്ച് തുപ്പുന്ന ഒരവസ്ഥ നിങ്ങൾക്കുണ്ടാകും. അത്തരം അവസ്ഥ നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കലാപരിപാടികൾ മാറ്റി വെച്ചിട്ട് സ്വന്തം രാജ്യത്തെ സ്നേഹിക്കുക, സ്വന്തം ജനങ്ങളെ സ്നേഹിക്കുക, സ്വന്തം കുടുംബത്തോടെ നല്ല രീതിയിൽ ജീവിക്കുക. നിങ്ങൾ ചത്തുകൊണ്ട് ഇവിടെ വേറെ ഒരു കാര്യം നടക്കാൻ പറ്റില്ല. നിങ്ങൾ ചത്ത് കഴിഞ്ഞാൽ ചത്ത്. നിങ്ങളൊരു ഇന്ത്യക്കാരനായിട്ടുള്ള ഒരു സോൾജേഴ്സിനെയോ അല്ലെങ്കിൽ ആൾക്കാരെ കൊന്നു കഴിഞ്ഞാൽ കൊലപാതകി അല്ലെങ്കിൽ തീവ്രവാദി എന്നതിനപ്പുറം ഒരു പുല്ല് വില നിങ്ങൾക്ക് കിട്ടില്ല. നമ്മൾ കാണുമ്പോൾ നിങ്ങളൊരു ഫ്ലക്സ് വെച്ചിട്ടുണ്ടെങ്കിൽ കാപ്പിച്ച് തുപ്പണം. നിങ്ങളെ വീട്ടുകാരെ കാണുമ്പോൾ അയ്യ തീവ്രവാദിയുടെ തന്ത തള്ള പങ്ങളെന്നുള്ള രീതിയിലല്ലാണ്ട് വേറെ ഒരു കൺസിഡറേഷനും കിട്ടില്ല. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന 10-25 പേരുണ്ടാവും. അവർ വേണേൽ പിന്നെ നിങ്ങളെ ഇങ്ങനെ ഉന്തിത്തള്ളി പറഞ്ഞേക്കുന്ന കുറേ എണ്ണം ഉണ്ടാവും വിദേശത്തുള്ള. നിങ്ങൾ ചത്തിട്ട് 10ാം ദിവസം മുതൽ നിങ്ങളുടെ പേരങ്ങ് മറക്കും. നിങ്ങൾ ചെയ്തായി മറ്റേതായി സ്വർഗം കിട്ടി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആക്ച്വലി നടക്കാൻ പോകുന്നത് നിങ്ങളുടെ മണ്ണിനടിയില്ലാത്ത നിങ്ങൾ പുഴുത്തരിച്ച് ചാവുമെന്നല്ലാണ്ട് ഒരു സ്വർഗം മണ്ണാങ്കട്ടയും കിട്ടാൻ പോകുന്നില്ല. ഓക്കെ, 78-88 ഊഹുറികൾ കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയണ്ടേ, പറയാൻ പറയുന്നു ഒന്നും കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾ ചത്ത് കഴിഞ്ഞാൽ പുഴുത്ത് അവസാനം എല്ലും തോലിയായി അതും പിന്നെ മണ്ണിൽ അലിഞ്ഞു ചേരും. അത്രയും നടക്കാൻ പോകുന്നത്, അതിനപ്പുറം ഒന്നും നടക്കാൻ പോകില്ല. നിങ്ങളുടെ വിശ്വാസം നിങ്ങളങ്ങനെ കിട്ടിക്കോട്ടെ ആയിരിക്കോട്ടെ. പക്ഷേ ഇത്തരം ഒരു കൊലപാതകവും മറ്റൊരാളുടെ ജീവനെ എടുത്തിട്ട് നിങ്ങൾക്കൊരു പുണ്ണാക്കം കിട്ടാൻ പോകുന്നില്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കാം. അപ്പം എനിക്ക് ഇത്രയാണ് പറയാനുള്ളത്. ബൈ.